ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ ഇഹ്തദാ ബിഹുദാ അമ്മാ ബഅദ്. സൂറത്ത് ശുആറ 64 മുതൽ 70 വരെയുള്ള ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ തജ്വീദ് നിയമങ്ങൾ സൂചിപ്പിക്കാം. പേജ് നമ്പർ 370. ഈ വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ വഅസ്ലഫ്നാ തമ്മൽ ആഖരീൻ, ഈ വചനം ഇസ്തിഫാലിൻ്റെ ഹർഫുകൾ എല്ലാം തന്നെ ഈ വചനത്തിലുള്ളത് ഖാ ഒഴികെ മറ്റെല്ലാ അക്ഷരങ്ങളും ഇസ്തിഫാലിൻ്റേതാണ്, അഥവാ തർക്കീഖ് ചെയ്ത് നേർപ്പിച്ചുച്ചരിക്കേണ്ടവയാണ്. സമ്മ എന്നതിലുള്ള ഷദ്ദുള്ള മീമിനെ മണിക്കുകയും വേണം, മീം മുഷദ്ദദ. വഅസ്ലഫ്നാ സമ്മൽ ആഖരീൻ, സ ഉച്ചരിക്കുമ്പോൾ സഫീർ എന്ന സിഫത്ത് അതിലുള്ള ഉണ്ടായിരിക്കേണ്ടതാണ്. അസ് എന്ന് പറയുമ്പോൾ ആ ശബ്ദം, പ്രത്യേകമായ ശബ്ദം, അതാണ് സഫീർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വഅസ്ലഫ്ന ദാല് പോലെയോ മറ്റേതെങ്കിലും ഹർഫ് പോലെയോ ആവരുത്, സൂക്ഷിക്കണം. വഅസ്ലഫ്ന ഖാ പൂർണ്ണമായ തഫ്ഖീം കൊടുക്കണം എന്ന് പറയുകയുണ്ടായി. ഇസ്തിഅലാൻ്റെ 7 അക്ഷരങ്ങളിൽ പെട്ടതാണ് ഖാ. വഅൻജൈന, ഇതിൽ സാക്കിനത്തായ നൂനിനെ ശേഷം ജീമ് വന്നതുകൊണ്ട് ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ച് മണിക്കണം. മണിക്കലിൽ തർക്കീഖാണ് വേണ്ടത്, കാരണം ശേഷമുള്ള ജീമ് തർക്കീഖ് ചെയ്തിരിക്കേണ്ട ഇസ്തിഫാലിൻ്റെ ഹർഫാണ്. വഅൻജൈന മൂസ വമൻ മഅഹ്, സാക്കിനത്തായ നൂനും ശേഷം മീമും പൂർണ്ണമായി ഇദ്ഗാം ചെയ്ത് ഇദ്ഗാം ബിഗുന്ന കാമിൽ നൽകി മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക, പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കുക. വമൻ മഅഹു അജ്മഈൻ, മഅഹു എന്നതിൽ വരുന്ന ദീർഘം മദ്ദുസ്സിലത്തിൽ കുബ്ര എന്നതാണ്. മദ് മുൻഫസിലിൻ്റെ അതേ വിധി നൽകപ്പെടുന്ന ദീർഘമാണ്. അതിൽ ഉച്ചരിക്കപ്പെടുന്ന വാവിന് 4-5 ഹറക്കത്തിൻ്റെ അളവിലുള്ള ദീർഘം നൽകണം. വമൻ മഅഹു എന്ന് ദീർഘിപ്പിച്ച് ഓതുക. അജ്മഈൻ, ജീമിൻ്റെ സുക്കൂൻ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ഹറക്കത്ത് പോലെ ചലിപ്പിക്കണം. സുമ്മ അഗ്റഖ്നൽ ആഖരീൻ, ഇവിടെ നല്ല ശ്രദ്ധ വേണം. സുമ്മ ഷദ്ദുള്ള മീമിനെ മണിക്കണം. സുമ്മ മേലെ സമ്മ പറയുകയുണ്ടായി. സായിൻ്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അത് മറ്റ് ദാല് പോലെ ഒന്നായിപ്പോൾ അത് സുമ്മ മേലെ സമ്മ നമ്മൾ ഉച്ചരിക്കുകയുണ്ടായി. ഷദ്ദുള്ള മീമിനെ മണിക്കണം, മീം മുഷദ്ദദ. ഇവിടെ ഗൈന് തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കേണ്ട ഇസ്തിഅലാൻ്റെ ഹർഫ് ആ ഗൈൻ്റെ ഉച്ചാരണത്തിലുള്ള ശബ്ദത്തിൻ്റെ ഒഴുക്ക് അതും വേണം. റഖാവയുടെ അക്ഷരമാണ്. പൂർണ്ണമായ തഫ്ഖീം കൊടുക്കുക റായിനും. ഖാഫിനും തഫ്ഖീം, ശേഷം ഖാഫുണ്ട്, അതിനും തഫ്ഖീമുണ്ട്, ഇസ്തിഅലാൻ്റെ ഹർഫാണ്. കൂടാതെ ഖാഫിന് സുക്കൂനാണ്, ഖൽഖല സുഗ്റ നൽകി അതിൻ്റെ ശബ്ദം ചലിപ്പിക്കണം. വീണ്ടും അൽ ആഖരീൻ മേലെ വന്ന അതേ പദം തന്നെ ഖായിനും പൂർണ്ണമായ തഫ്ഖീം കൊടുക്കുക. അപ്പോൾ സുമ്മ അഗ്റഖ്നൽ ആഖരീൻ, അൽ അവിടെ എന്നായി പോരുത്, ആഖരീൻ ഇസ്തിഫാലിൻ്റെ ഹർഫാണ് ഹംസ, അതിനെ തർക്കീഖ് ചെയ്യണം. അൽ ആഖരീൻ. ഇന്ന ഫീ ദാലിക ലആയ, അവിടെ ഷദ്ദുള്ള നൂനിനെ മണിക്കണം. ഇന്ന
ലആയ ലആയതൻ എന്നാണ് അവിടെ വഖഫ് ചെയ്യുമ്പോൾ താഇനെ മാറ്റി സുക്കൂനുള്ള ഹ ആക്കി മാറ്റണം. ഇബ്ദാൽ ചെയ്ത് അല്ലെങ്കിൽ അതിനെ ഹ ആക്കി മാറ്റിക്കൊണ്ട് ഉച്ചരിക്കുക. ലആയ എന്ന് ഉച്ചരിക്കണം. ചേർത്ത് ഓതുകയാണെങ്കിൽ ലആയതൻ വമാ കാന ഇത് അംബിഗുന്ന ചെയ്തുകൊണ്ട് വാവിലേക്ക് ലയിപ്പിച്ച് തൻവീനിനെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. വമാ കാന അക്സറുഹും മുഅ്മിനീൻ. അക്സറുഹും റാഇന് തഫ്ഖീം കൊടുക്കുക. അക്സറുഹും എന്നതിലെ സാക്കിൻ താമീം ശേഷമുള്ള ഹറക്കത്തുള്ള മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കണം. ഇദ്ഗാം ഷഫവി അല്ലെങ്കിൽ ഇദ്ഗാം മിസ്ലൈൻ സഗീർ എന്നൊക്കെ പേര് പറയാം. അക്സറുഹും മുഅ്മിനീൻ. മുഅ്മിനീൻ ഹംസ നല്ല ശ്രദ്ധ വേണം. മുഅ്മിനീൻ എന്നായി പോയത്. മുഅ്മിനീൻ കടുപ്പത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ് ഹംസ. അപ്പോൾ ഇവിടെ റായിന് മാത്രമാണ് തഫ്ഖീം വന്നിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ വചനത്തിൽ എല്ലാ അക്ഷരവും തർക്കീഖ് ചെയ്ത് ഉച്ചരിക്കേണ്ടവയാണ്, റാ ഒഴികെ. വഇന്ന റബ്ബക ശദ്ദുള്ള നൂന് വീണ്ടും വരുന്നു, മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. റബ്ബക റബ്ബക റാ നല്ല തടിപ്പിച്ച് ഹെവിയാക്കി ഉച്ചരിക്കണം. റായിനെ തഫ്ഖീം ചെയ്യണം. റാ റാ എന്ന തടിപ്പിച്ചുള്ള ശബ്ദം. വഇന്ന റബ്ബക റബ്ബക എന്ന് പറയണം. റബ്ബക റബ്ബക ലഹുവൽ അസീസുർ റഹീം. അൽ അസീസു ഐന് സ ഇതൊക്കെ നല്ല ശ്രദ്ധ കൊടുത്ത് ഉച്ചരിക്കുക. കൃത്യമായി അതിൻ്റെ മഖ്റജിൽ നിന്ന് തന്നെ മൊഴിയണം. അർ റഹീം റാവിനും പൂർണ്ണമായ തഫ്ഖീം കൊടുക്കുക. ശദ്ദുള്ള റാ അതിന് വിറയൽ വരാതെ തക്രീർ കൂടുതൽ വരാതെ ശ്രദ്ധിക്കണം. അർ റഹീം എന്ന് പറയരുത്. അർ റഹീം ഹാഇൻ്റെ ഉച്ചാരണവും ശ്രദ്ധിക്കുക. വത്ലു അലൈഹിം വത്ലു വത്ലു എന്ന് ശബ്ദം ചലിപ്പിക്കരുത്. വത്ലു എന്ന് തായിനെ പിടിച്ചു വെക്കുകയും ചെയ്യരുത്. വത്ലു അല്ല വത്ലു അലൈഹിം നബഅ ഇബ്രാഹിം. അലൈഹിം എന്നതിലെ സാക്കിനത്ത മീം അത് ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കേണ്ടതാണ്. നബഅ ഇബ്രാഹിം രണ്ട് ഹംസ ഒരുമിച്ച് വരുന്നു. നബഅ ഇബ്രാഹിം നബഅ ഇബ്രാഹിം എന്നൊന്നും അവ്യക്തമായി പറയരുത്, വ്യക്തമാക്കി ഉച്ചരിക്കണം. ഇബ്രാഹിം ബാഇൻ്റെ സുക്കൂൻ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ഹറക്കത്ത് പോലെ ചലിപ്പിക്കുക. ഇബ്റാ റാ എന്ന് റായിനും അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫിനും തഫ്ഖീം കൊടുക്കണം. ഇബ്രാഹീം. ഇദ് ഖാല ഇദ് എന്ന് പറയുമ്പോൾ ദാലിൻ്റെ ആ ശബ്ദത്തിലുള്ള ഒഴുക്ക് ശ്രദ്ധിക്കുക. റഖാവ ഇദ് ഖാല ഖാഫിനും അലിഫിനും തഫ്ഖീമാണ് തടിപ്പിക്കണം. ഇദ് ഖാല ലിഅബീഹി വഖൗമിഹി മാ തഅബുദൂൻ. ഇവിടെ രണ്ട് തവണ ഹ ഉദ്ദമീർ വന്നിട്ടുണ്ട്. ആദ്യത്തേത് നോക്കുക. ലിഅബീഹി ഇതിന് ദീർഘം നൽകാൻ പറ്റുകയില്ല. തീരെ ദീർഘം നൽകാതെ പറയണം, ഉച്ചരിക്കണം. കാരണം അതിൻ്റെ തൊട്ട് മുമ്പിൽ സുക്കൂനാണ്. ദീർഘാക്ഷരമായ യാ ലിഅബീ എന്ന് ആ യാഇന് സുക്കൂനുണ്ട്. അതുകൊണ്ട് തന്നെ ഹായിന് എന്ത് വരുന്നില്ല, ദീർഘം വരികയില്ല. ലിഅബീഹി എന്ന് നീട്ടുകയില്ല. എന്നാൽ വഖൗമിഹി എന്നതിൽ ദീർഘം വരുന്നു. അപ്പോൾ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഈ ഹായിൻ്റെ തൊട്ടു മുമ്പും ശേഷവും ഹറക്കത്തുള്ളത് കൊണ്ടാണ് ഹായിന് ദീർഘം വരുന്നത്. അപ്പോൾ ഹ ഉദ്ദമീറിൻ്റെ തൊട്ടു മുമ്പും ശേഷവും ഹറക്കത്തുണ്ടെങ്കിൽ അതിന് ദീർഘം നൽകി ഉച്ചരിക്കണം. ലിഅബീഹി വഖൗമിഹി മാ തഅബുദൂൻ. ഖൗമിഹി എന്നതിലെ ഖാഫിന് പൂർണ്ണമായ തഫ്ഖീമാണ്, ഇസ്തിഅലാഇൻ്റെ ഹർഫാണ്. ശ്രദ്ധിക്കുക, തടിപ്പിച്ച് ഉച്ചരിക്കുക. വഖൗമിഹി മാ തഅബുദൂൻ. ബാറകല്ലാഹു ഫീക്കും.
أعوذ بالله من الشيطان الرجيم وأزلفنا ثم الآخرين وأنجينا موسى ومن معه أجمعين ثم أغرقنا الآخرين إن في ذلك لآية وما كان أكثرهم مؤمنين وإن ربك لهو العزيز الرحيم واتل عليهم نبأ إبراهيم إذ قال لأبيه وقومه ما تعبدون മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹുവിൻ്റെ കൽപ്പനയായിരുന്നു ബനോ ഇസ്രായേലിനെ കൂടെ കൂട്ടിക്കൊണ്ട് ആ നാട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുവാനുള്ള കൽപ്പന. നമ്മളത് മനസ്സിലാക്കിയതാണ്. അങ്ങനെ രാത്രിയിൽ ആ ഫിറഔനും സംഘവും അറിയാത്ത വിധത്തിൽ ഇറങ്ങി പുറപ്പെടുവാനുള്ള അള്ളാഹുവിൻ്റെ ആ കൽപ്പന അനുസരിച്ചുകൊണ്ട് അവർ പുറപ്പെടുകയും വിവരം ഫിറഔൻ അറിയുകയും ഫിറഔനും സംഘവും പിന്നാലെ പുറപ്പെടുകയും ചെയ്തു. ഇതൊക്കെ കഴിഞ്ഞ വചനത്തിൽ നാം മനസ്സിലാക്കുകയുണ്ടായി. രണ്ട് വിഭാഗവും പരസ്പരം കണ്ടുമുട്ടി കടലിനടുത്ത് വെച്ചുകൊണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, ഇപ്പോൾ ഇതാ നമ്മൾ പിടിക്കപ്പെടും. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയുണ്ടായി, അല്ല, ഒരിക്കലുമല്ല, എൻ്റെ നാഥൻ എൻ്റെ കൂടെയുണ്ട്, അവൻ എനിക്ക് വഴി കാണിച്ചു തരും എന്നും. ശേഷം മൂസാ നബി അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം വടികൊണ്ട് കടലിൽ അടിക്കുകയും ആ കടൽ രണ്ട് പിളർപ്പായി രണ്ട് ഭാഗങ്ങളിലേക്ക് മാറി നിൽക്കുകയും അവർ അതിൽ ഇറങ്ങി പുറപ്പെടുകയും ചെയ്തു. ഇതാണ് നാം കഴിഞ്ഞ വചനങ്ങളിലൂടെ മനസ്സിലാക്കിയത്. ശേഷം അള്ളാഹു പറയുകയാണ്, വഅസ്ലഫ്ന സമ്മൽ ആഖരീൻ. അങ്ങനെ മറ്റുള്ളവരെ ഉദ്ദേശിക്കുന്നത് ഫിറഔനെയും കൂട്ടരെയുമാണ് നാം അടുപ്പിക്കുകയുണ്ടായി. അസ്ലഫ്ന എന്ന് പറഞ്ഞാൽ അഖറബ്ന, നാം അടുപ്പിച്ചു. ഖറബ്ന എന്നൊക്കെ പറയാം. നാം അടുപ്പിച്ചു. എങ്ങോട്ടടുപ്പിച്ചു? കടലിലേക്ക്, ആ കടലിൻ്റെ ആഴിയിലേക്ക്, അവിടെ തുറക്കപ്പെട്ട ആ വഴിയിലേക്ക് നാം മറ്റുള്ളവരെ, ആ മറ്റേ വിഭാഗത്തെ അപ്പോൾ സമ്മ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് അപ്പോൾ എന്നൊക്കെ നാം അവരെ അതിലേക്ക് അടുപ്പിച്ചു. വഅൻജൈന മൂസ, മൂസായെ നാം രക്ഷപ്പെടുത്തി. വമൻ മഅഹു, അദ്ദേഹത്തോടൊപ്പമുള്ളവരെയും വിശ്വാസികളെയും, അജ്മഈൻ, ഒന്നടങ്കം എല്ലാവരെയും. വഅൻഖദ്ന മൂസ വമൻ മഅഹു മിൻ ബനി ഇസ്രായേൽ ഫലം യഹ്ലക് മിൻഹും അഹദ്. അതാണ് അതിന് നൽകുന്ന വിശദീകരണം. മൂസാ നബിയെ നാം രക്ഷപ്പെടുത്തുകയുണ്ടായി. ബനു ഇസ്രായേൽ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ബനു ഇസ്രായേലിനെയും എല്ലാവരെയും നാം രക്ഷപ്പെടുത്തി. ആരും തന്നെ മരണപ്പെടുകയുണ്ടായില്ല, നശിക്കുകയുണ്ടായില്ല എന്ന് പറയുക. സുമ്മ, പിന്നീട്, അഗ്റഖ്ന, നാം മുക്കി കൊല്ലുകയുണ്ടായി, മുക്കി നശിപ്പിക്കുകയുണ്ടായി. ഗരിഖ യഗ്റഖ, മുങ്ങുക. അഗ്റഖ എന്ന് പറഞ്ഞാൽ മുക്കുക. അതാണ് അഗ്റഖ്ന, നാം മുക്കുകയുണ്ടായി. അൽ ആഖരീന, മറ്റേവരെ അല്ലെങ്കിൽ മറ്റേ വിഭാഗത്തെ. ആ മറ്റേ കൂട്ടരെ ഉദ്ദേശിച്ചത് ഫിറഔനെയും അവൻ്റെ കൂടെയുള്ളവരെയും. അതായത് അഹ്ലക്ന ഫിറഔന വഖൗമഹു ബിൽ ഗറഖി ഫിൽ ബഹർ, ആ കടലിൽ നാം അവരെ മുക്കി നശിപ്പിക്കുകയുണ്ടായി. ഇന്ന ഫീ ദാലിക ലആയ, നിശ്ചയമായും അതിൽ ദൃഷ്ടാന്തമുണ്ട്. ആർക്ക്? ആ നിഷേധികളായ ആളുകൾക്ക്. വമാ കാന അക്സറുഹും, അവരിൽ അധിക പേരുമല്ല, മുഅ്മിനീന, വിശ്വസിക്കുന്നവരല്ല.
അവരാണെങ്കിൽ വിശ്വസിക്കാൻ തയ്യാറില്ല ഈ ദൃഷ്ടാന്തങ്ങളൊക്കെ കണ്ടിട്ടു. എന്തെല്ലാം ദൃഷ്ടാന്തങ്ങൾ അള്ളാഹു മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കയ്യിലൂടെ അവർക്ക് കാണിച്ചു കൊടുത്തു. എന്നിട്ടൊന്നും തൃപ്തി വരാൻ, എന്നിട്ടൊക്കെ മൂസാ നബിയെ അവർ തള്ളിപ്പറയുകയും അദ്ദേഹത്തോടൊപ്പമുള്ള വിശ്വാസികളെയും ഇസ്രായേൽ സമൂഹത്തെയും അവർ നശിപ്പിക്കാൻ ഒരുമ്പെടുകയുമാണ് ഉണ്ടായത്. പക്ഷേ അള്ളാഹുവിൻ്റെ വിധി വിപരീതമായിരുന്നു. കടുത്ത ശിക്ഷ അവരെ പിടികൂടുകയാണ് ഉണ്ടായത്. ഇന്ന ഫീ ദാലിക ലആയ വമാ കാന അക്സറുഹും മുഅ്മിനീൻ വഇന്ന റബ്ബക നിശ്ചയമായും താങ്കളുടെ നാഥൻ ലഹുവൽ അസീസുർ റഹീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയാണ് ലഹുവൽ അസീസുർ റഹീം, അവൻ മഹാപ്രതാപവാനും മഹാകാരുണ്യവാനുമാണ്, അങ്ങേയറ്റത്തെ ഇസ്സത്തുടയവനാണ്. ദുൽ ഇസ്സ അല്ലെങ്കിൽ റബ്ബുൽ ഇസ്സ എന്നൊക്കെ നമ്മൾ പറയാറില്ല. ഇസ്സത്തുടയവൻ, അതുപോലെ അർ റഹീം മഹാകാരുണ്യവാനുമാണ്. ഇസ്സത്തിൻ്റെ ഭാഗമാണ് അള്ളാഹു ശിക്ഷ ഇറക്കുക. ശിക്ഷയോടൊപ്പം അസീസ് എന്ന അള്ളാഹുവിൻ്റെ ഇസ്സത്തുള്ള ആ നാമം പ്രത്യേകം എടുത്ത് പറഞ്ഞതായി നമുക്ക് പലയിടങ്ങളിലും കാണുവാൻ കഴിയും. ഇവിടെയും ആ പ്രയോഗമാണ്. ഈ വചനം മുമ്പും ഒരു തവണ കഴിഞ്ഞു പോയതാണ്. ഏത്? ഇന്ന ഫീ ദാലിക ലആയ വമാ കാന അക്സറുഹും മുഅ്മിനീൻ വഇന്ന റബ്ബക ലഹുവൽ അസീസുർ റഹീം. ഈ രണ്ടായത്തുകൾ സൂറത്തു ശുആറയുടെ പ്രത്യേകതയാണ്. ഓരോ കഥ വിവരിച്ചുകൊണ്ട് അള്ളാഹു അവസാനിപ്പിക്കുമ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അവസാനിപ്പിക്കുക ഈ രണ്ട് വചനങ്ങൾ. ശേഷം അള്ളാഹു പറയുന്നത് വത്ലു അലൈഹിം, താങ്കൾ അവരുടെ മേൽ ഓതി കേൾപ്പിച്ചു കൊടുക്കുക, വിവരിച്ചു കൊടുക്കുക. നബഅ ഇബ്രാഹിം, ഇബ്രാഹിമിൻ്റെ വൃത്താന്തം. നബ എന്ന് പറഞ്ഞാൽ വാർത്ത, വൃത്താന്തം, വർത്തമാനം എന്നൊക്കെയാണ്. അനിൻ നബഇൽ അസീം, സൂറത്തുൻ നബ തന്നെ ഉണ്ടല്ലേ, അതിൻ്റെ ബഹുവചനം അംബ, വാർത്തകൾ എന്നർത്ഥമാണ്. ഇവിടെ ഇബ്രാഹിമിൻ്റെ വാർത്ത താങ്കൾ അവരുടെ മേൽ ഓതി കേൾപ്പിച്ചു കൊടുക്കുക, വിവരിച്ചു കൊടുക്കുക. ഇദ് ഖാല, അദ്ദേഹം പറഞ്ഞ സന്ദർഭം, ലി അബീഹി, തൻ്റെ പിതാവായ ആസറിനോട്, വ ഖൗമിഹി, അദ്ദേഹത്തിൻ്റെ ജനതയോടും, മാ തഅബുദൂൻ, നിങ്ങൾ എന്താണ് ആരാധിക്കുന്നത്, മല്ലദീ തഅബുദൂനഹു മിൻ ദൂനില്ലാ, അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ ഈ ആരാധിക്കുന്നത് എന്താണ്, നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന ആരാധന ഇതെന്തൊരു കാര്യമാണ്. മാദാ തഅബുദൂൻ എന്ന് വേറെയും വചനത്തിൽ കാണാം. ഇതേ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വാക്കായിട്ട് അള്ളാഹു പറഞ്ഞത്. വേറെയും ഇതിൻ്റെ വിശദമായ രൂപം സൂറത്തുൽ അംബിയായിലും മറ്റു പലയിടത്തും നമുക്ക് കാണുവാൻ സാധിക്കും. അവർ തമ്മിൽ നടന്ന സംഭാഷണം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ജനതയോട് പറയുന്നതും മറ്റ് വിവരങ്ങളുമൊക്കെ. അപ്പോൾ ശേഷം ബാക്കി കാര്യങ്ങൾ അള്ളാഹു വിശദീകരിക്കുന്നു. നമുക്ക് വിശദമായി മനസ്സിലാക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ.